മനസ്സറിഞ്ഞൊരു ചിത്രം വരച്ചിട്ട് കുറേ നാളായിട്ടോ. ഇന്ന് എനിക്കെന്തോ അങ്ങനെ തോന്നി. അപ്പോൾ ചെയ്തതാണ് ഈ ചിത്രം. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഞാൻ നല്ലപോലെ വരയ്ക്കുമായിരുന്നു. അതുപോലെ ഈ കോപ്പി ബുക്ക് അത് എഴുതാനായിട്ട് യുപിയിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം, ഞാൻ രാവിലെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുതരും ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, കോപ്പി എഴുതാൻ വേണ്ടിയിട്ട്. അത് 2 വര ബുക്കിൽ എഴുതില്ലേ, എഴുതാനും ഞാൻ ഇപ്പോഴും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ ബാനർ, പോസ്റ്ററൊക്കെ എഴുതാനായിട്ട് എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാനും. ഇനി ഇതെന്താ അങ്ങോട്ട് തുടർന്ന് പോയാൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ 2-3 ചിത്രങ്ങളൊക്കെ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് തുടങ്ങാം. മനസ്സിലുള്ളതാണല്ലോ അത്, കയ്യിലും വരുന്നുണ്ട്. പിന്നെ കൈക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ചിടത്തോടെ പോകാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റേതാണല്ലോ. നിങ്ങളും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വരയ്ക്കാനായിട്ട് എനിക്ക് പ്രചോദനം ഉണ്ടാവുക. നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഇതോടുകൂടി എൻ്റെ വരയോട് അവസാനിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടുക. എന്തെങ്കിലും നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് അങ്ങോട്ട് മനസ്സർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ വേറെ ഒന്നും എന്താ പറയുക, തട്ടത്തിൻ മറയത്തിലെ ആ ഒരു കമൻറ്റ് പോലെ പിന്നെ ഒന്നും മനസ്സിൽ വരില്ല. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ചിത്രം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. അതിനെങ്ങനെ ജീവൻ കൊടുക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. എങ്ങനെ ചിത്രം വരെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പഠിക്കണം എന്നുള്ളത്. പക്ഷേ ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പാട്ട് പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതാണ്. പാട്ടൊക്കെ അങ്ങനെയല്ല, ഇതും അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും അതിൻ്റേതായ പഠനങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ അങ്ങോട്ട് വരയ്ക്കുന്നു, അത്ര തന്നെ. പാടുന്ന പോലെ തന്നെ പാട്ടും ചിലർക്കൊക്കെ അങ്ങനെയാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിനൊന്ന് പരിപോഷിപ്പിച്ചെടുക്കുമ്പോഴാണ് അത് അതിൻ്റേതായ രീതിയിലൊരു പൂർണ്ണതയിലേക്ക് എത്തുക. ഇതും അങ്ങനെ തന്നെയാണല്ലേ. ഒരു അധ്യാപകൻ്റെ മേൽനോട്ടത്തിൽ പോവുകയായിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷേ മറ്റൊരു ആരൊക്കെയോ ആകുമായിരുന്നു ചിത്രരചനയിൽ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ.